ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം നിർമ്മിക്കാനുള്ള മഹത്തായ പദ്ധതിയുമായി ഹരിയാന സർക്കാർ മുന്നോട്ടു പോവുകയാണ്. ഗുഡ്ഗാവിന് സമീപം ദ്വാരക എക്സ്പ്രസ് വേക്ക് ചേർന്നുള്ള പ്രദേശത്താണ് ഈ ആകാശചുംബിയായ ടവർ ഉയരുന്നത്. ഏകദേശം 1000 ഏക്കർ വിസ്തൃതിയിൽ വികസിപ്പിക്കുന്ന ഗ്ലോബൽ സിറ്റി പ്രൊജക്ട് എന്ന വമ്പൻ നഗരവികസന പദ്ധതിയുടെ മുഖ്യ ആകർഷണമാകും ഈ ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടം. നിലവിൽ ഗ്ലോബൽ സിറ്റി പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പ്രാരംഭഘട്ടത്തിലാണെന്ന് സംസ്ഥാന മന്ത്രി റാവു നാർബീർ സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. ടെൻഡറുകൾ ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ലെങ്കിലും രാജ്യത്തെ നിലവിലുള്ള ഏത് കെട്ടിടത്തെക്കാളും ഉയരം കൂടിയ ഒരു ഐക്കോണിക് ടവർ നിർമ്മിക്കണമെന്ന ദീർഘകാല ദർശനമാണ് സർക്കാരിന് ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രീമിയം ഓഫീസ് സ്പേസുകൾ, അന്താരാഷ്ട്ര കോർപ്പറേറ്റ് ആസ്ഥാനങ്ങൾ, ആഡംബര ഹോട്ടലുകൾ, പൊതുജനങ്ങൾക്ക് തുറന്ന നിരീക്ഷണ ഡെക്കുകൾ, സാമൂഹിക ഇടങ്ങൾ എന്നിവ ഉൾപ്പെട്ട ഒരു മിക്സ്ഡ് യൂസ് ലാൻഡ്മാർക്കാകും ഈ കെട്ടിടം. ഇതൊരു സാധാരണ വാണിജ്യ സമുച്ചയം മാത്രമല്ല, ഹരിയാനയുടെ സാമ്പത്തിക വളർച്ചയുടെയും നഗരപരിവർത്തനത്തിന്റെയും ആഗോള പ്രതീകമായി ഈ ടവർ മാറുമെന്ന് സർക്കാർ വിലയിരുത്തുന്നു. സിംഗപ്പൂർ, ദുബായ്, യൂറോപ്പിലെ പ്രമുഖ നഗരങ്ങളുടെ ആകാശ കാഴ്ചകളോട് താരതമ്യപ്പെടുത്താവുന്ന തരത്തിൽ ഗ്ലോബൽ സിറ്റിയെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാക്കുക എന്നതാണ് ലക്ഷ്യം. ഈ ആശയം ഇപ്പോഴും രൂപീകരണ ഘട്ടത്തിലാണെന്നും കൺസൾട്ടൻസി പിന്തുണ ഉൾപ്പെടെ വിവിധ സാധ്യതകൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എല്ലാം ഘട്ടം ഘട്ടമായി ആസൂത്രിതമായ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുകയെന്നതും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പദ്ധതി പൂർത്തിയാകുന്നതോടെ NCR മേഖലയിലെ ഒരു പ്രധാന സാമ്പത്തിക ഹബ്ബായി ഗ്ലോബൽ സിറ്റി ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്യാധുനിക നഗരമേഖലയായി ഇത് രൂപകൽപ്പന ചെയ്യപ്പെടുന്നു. ലൈറ്റ് റാപ്പിഡ് ട്രാൻസിറ്റ് സംവിധാനങ്ങൾ, ഇലക്ട്രിക് ബസ്സുകൾ, നടപ്പാതകൾ, പ്രത്യേക സൈക്ലിംഗ് ട്രാക്കുകൾ എന്നിവ ഉൾപ്പെടുന്ന സുസ്ഥിര ഗതാഗത സംവിധാനം ഇവിടെ ഉണ്ടാകും. സ്കൂളുകൾ, ഓഫീസ് കോംപ്ലക്സുകൾ, കോളേജുകൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, റീറ്റെയിൽ ഹബ്ബുകൾ, ബസ് ഡിപ്പോകൾ, ഇന്ധന സ്റ്റേഷനുകൾ, ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ, ഫയർ സ്റ്റേഷനുകൾ, എക്സിബിഷൻ കൺവെൻഷൻ സെന്ററുകൾ, മൾട്ടി സ്പോർട്സ് കോംപ്ലക്സുകൾ തുടങ്ങി ദൈനംദിന ആവശ്യങ്ങൾ 15 മിനിറ്റ് ദൂരത്തിനുള്ളിൽ ലഭ്യമാക്കുന്ന തരത്തിലാണ് നഗര ആസൂത്രണം. ആകെ വിസ്തൃതിയുടെ 56% തുറന്നതും പച്ചപ്പുള്ളതുമായ സ്ഥലങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. 1 ലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്നു. ഈ വികസനം മൂലം തിരക്കേറിയ നഗരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉപരിതല ജലത്തിന്റെ ഒഴുക്ക് ഏകദേശം 55% വരെ കുറയുമെന്നും പ്രാദേശിക താപനില 5 ഡിഗ്രി സെൽഷ്യസ് വരെ താഴെയാകുമെന്നും സർക്കാർ കണക്കാക്കുന്നു. ഗ്ലോബൽ സിറ്റി പ്രൊജക്ട് ഹരിയാനയുടെ ഭാവി നഗരദർശനത്തെ ആഗോള മാപ്പിൽ ഉറപ്പിക്കുന്ന ഒരു ചരിത്രപരമായ ചുവടുവെപ്പായിരിക്കും. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യ കൈവരിച്ച വളർച്ച സാമൂഹികം, സാമ്പത്തികം, ശാസ്ത്ര സാങ്കേതികം, വിദ്യാഭ്യാസം എന്നീ പല മേഖലകളിലായി വ്യാപിച്ചു കിടക്കുകയാണ്. 1947 സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ വെല്ലുവിളികൾ ഏറെയുണ്ടായിരുന്നു. ദാരിദ്ര്യം, നിരക്ഷരത, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഇവയെല്ലാം രാജ്യത്തിന്റെ മുന്നേറ്റത്തെ തടഞ്ഞിരുന്നു. എന്നാൽ പദ്ധതിപരമായ വികസന നയങ്ങൾ, കൃഷിയിൽ ഹരിത വിപ്ലവം, വ്യവസായ മേഖലയുടെ ക്രമാനുഗത വളർച്ച എന്നിവ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്കും സ്ഥിരതയിലേക്കും നയിച്ചു. ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും വിപണി സ്വാതന്ത്ര്യവും രാജ്യത്തിന് പുതിയ അവസരങ്ങളും തുറന്നു. IT, സോഫ്റ്റ്വെയർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ലോകശ്രദ്ധ പിടിച്ചുപറ്റി. യുവജനങ്ങളുടെ സൃഷ്ടിപരമായ കഴിവും സംരംഭക മനോഭാവവും ഇന്ത്യ ഒരു നവോത്ഥാന കേന്ദ്രമാക്കി മാറ്റി. ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഇന്ത്യ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. ബഹിരാകാശ ഗവേഷണം, ഡിജിറ്റൽ സേവനങ്ങൾ, ആരോഗ്യരംഗത്തെ പുരോഗതി ഇവയൊക്കെ രാജ്യത്തിന്റെ ശേഷി തെളിയിക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ രാജ്യത്തെ ആധുനികവൽക്കരണത്തിലേക്ക് കൂടുതൽ വേഗത്തിൽ നയിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.